പ്രിയമുള്ളവരെ നമസ്കാരം. കേരള കോളിംഗിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഒരു വളരെ പഴക്കമുള്ള 250 വർഷത്തോളം പഴക്കമുള്ള ഒരു ഇല്ലത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഇവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുകയാണ്, ഞാനിവിടെ അഭിനയിക്കുന്നുണ്ട്. 250 വർഷങ്ങളുടെ പഴക്കമാണ് ഈ ഇല്ലത്തിനുള്ളത്. മൂല ഇല്ലം എന്നാണ് ഇതിനെ നാട്ടുകാർ വിളിക്കുന്നത്. ഈ ഇല്ലത്തിൽ മാളികപ്പുരയാണ് മുകളിൽ കാണുന്നത്. പിന്നെ ഒരു പടിപ്പുര ഉണ്ടാകും, ഒരു കളപ്പുര ഉണ്ടാകും, ഉരപ്പുര ഉണ്ടാകും. കളപ്പുര എന്ന് പറയുന്നത് ജോലിക്കാർക്ക് താമസിക്കാനുള്ള, ഉരപ്പുര എന്ന് പറയുന്നത് ഈ ഉരലും മറ്റുമൊക്കെ വെച്ച് ഇടിച്ച് നെല്ല് കുത്തിയും ഇടിച്ചുമൊക്കെ പാചകത്തിനുള്ള ധാന്യങ്ങൾ റെഡിയാക്കുന്ന സ്ഥലവും. ഇത് കണ്ടോ അതിൻ്റെ തിണ്ണ. ഈ കാണുന്നതാണ് ഈ ഇല്ലത്തിലെ കിണർ. മനോഹരമായ ശുദ്ധജലം കിട്ടുന്ന കിണർ. അടുക്കളയോട് ചേർന്നായിരിക്കും എപ്പോഴും കിണർ. അടുക്കളയിൽ നിന്ന് തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് വെള്ളം കോരിയെടുക്കാനുള്ള സൗകര്യം ഉള്ള നിലയിലാണ് അന്നത്തെ കാലത്ത് കിണറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരം കിണറുകളും വീടുകളും ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിലൊക്കെ. പക്ഷേ ഇപ്പോൾ എങ്ങും അതില്ല. വിശാലമായ പറമ്പിൻ്റെ നടുക്കായിരിക്കും പലപ്പോഴും ഈ ഇല്ലങ്ങൾ. അവിടെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഈ കാണുന്നത് ഒരു കല്ലാണ്. ഇതിന് ഓവ് കല്ല് എന്ന് പറയും. ഇതിന് ഈ തുണി കഴുകാനോ പാത്രം കഴുകാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അഴുക്ക് വെള്ളം ഈ ഓവിലൂടെ പുറത്തു പോകും. വീട്ടിനകത്തെ ഭിത്തിയിലുള്ളൊരു ഹോളാണിത്. ആദ്യം കാണുമ്പോൾ തോന്നും ഇതകത്തു നിന്ന് പുറത്തേക്ക് എത്തി നോക്കാനുള്ളൊരു ഹോളാണെന്ന്. എന്നാൽ ആ പുറത്തെ വാതിൽ നിന്നും ഈ ഹോള് വഴി ബാക്കിലുള്ള ഈ ജനലിലേക്ക് ഒരു നേർരേഖ വരയ്ക്കാൻ പറ്റും. അതായത് കൃത്യമായി വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഹോളാണ്. വായു കൃത്യമായി കടന്നു പോകാൻ കഴിയും. ഇത് പത്തായപ്പുരയാണ്. ഇവിടെയാണ് നെല്ലും മറ്റുമൊക്കെ അന്ന് അക്കാലത്ത് സൂക്ഷിച്ചിരുന്നത്. ഇത് പഴയൊരു ആഭരണപ്പെട്ടിയോ അല്ലെങ്കിൽ രേഖകളൊക്കെ സൂക്ഷിച്ചിരുന്നത്. ഇത് തളിക, ചന്ദനം അമരയ്ക്കുന്ന തടി. ഏതമ്പലത്തിലാണ്? ഏതമ്പലത്തിലാണ്? ഇവിടെ പരമ്പരാഗതമായിട്ട് നമ്മളാണ് ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് പരദേവത അവിടെ പോയി അല്ലേ? എല്ലാ ദിവസവും രാവിലെ പോവില്ലേ? എത്ര വർഷത്തെ പഴക്കമാണ്? ആരുടെ കാലത്താണ് ഇത് വെച്ചത് ഈ വീട്? ഈ വീട്ടിൽ ഒരു വിളക്കാണിത്. ഈ വിളക്കിൻ്റെ ഹൈറ്റ് അറിയണമെങ്കിൽ ഒരാൾ അതിൻ്റെ കൂടെ നിൽക്കണം. നമ്മളെക്കാൾ ഒരു 8 അടിയെങ്കിലും ഹൈറ്റ് ഉണ്ടാവാനാണ് സാധ്യത. തൊട്ടടുത്ത് തന്നെ കുറച്ച് ഭരണികളുണ്ട്. അച്ചാറോ ഉപ്പുമാങ്ങയോ വല്ലതും ആണോന്ന് അറിയില്ല. ഒരു ഓട്ട് വിളക്കിൽ, പഴയ ഒരു മണ്ണെണ്ണ വിളക്ക്, ഓട്ടുപാത്രങ്ങൾ. ഈ കല്ല് എന്തോ പൊടിക്കുന്നതിനുള്ളതാണ്, കൃത്യമായി അതിന് മനസ്സിലായില്ല. 4 കെട്ടിൻ്റെ ഒരു നടുമുറ്റമാണ്. ഉരല്, ദൂരെ നമുക്ക് ആട്ടുകല്ല് ഇരിക്കുന്നത് കാണാം. അങ്ങനെ പണ്ട് കാലത്തെ മിക്സി ഗ്രൈൻഡർ പോലുള്ള ഉപകരണങ്ങളെല്ലാം ഈ വീട്ടിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, ഉപയോഗിക്കും. ഈ വിളക്കിൻ്റെ ഉയരം കണ്ടോ? ഇത്രയും ഉയരമുള്ളൊരു വിളക്ക് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അതിനോടൊപ്പം നിന്ന് ഒരു പടമെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. വളരെ കൗതുകം തോന്നി. ഇനി ഈ വീട്ടിൽ വേറെ എന്തൊക്കെയുണ്ട് ഇതുപോലെ ഉയരമുള്ളതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള? ഇതുണ്ടോ? ഈ കതകിൻ്റെ വിജാഗിരി എന്ന് പറയുന്നത് താഴെ തടിയിൽ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. മുകളിലാണെങ്കിൽ ഈ സർക്കിളിനകത്ത് ഇത് തിരിയും. ഇത് ഒരു കാരണവശാലും അകത്ത് നിന്നോ പുറത്തു നിന്നോ ആർക്കും പൊട്ടിച്ച് അകത്ത് കിടക്കാൻ പറ്റുകയില്ല. മേളിൽ തടി കൊണ്ടുള്ള ഗ്രില്ലുകളും ഓട് പാകിയതും വളരെ സ്ട്രോങ്. കൂടുതലും ഈ വീട്ടിൽ തടിയാണ്. തടി എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം പഴക്കമുള്ള തടി, അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ആദ്യം കണ്ട ഹോള്. ഇത് ഒരു ബെഡ്റൂമാണിത്. ബെഡ്റൂമിൽ ഒരു സൈഡ് തടി കൊണ്ടുള്ളതാണ്. പുതിയ കട്ടിൽ തന്നെയാണ്. ഇത് പഴയ കട്ടിലൊന്നുമല്ല, ഇത് പുതിയ കട്ടിലാണ്. ഒരു സൈഡിൽ തടിയാണ്. അതായത് പത്തായപ്പുരയുടെ സൈഡാണിത്. അതിൻ്റെ സൈഡിലാണ് ഒരു ബെഡ്റൂം ഉള്ളത്. ഇതിൻ്റെ കൊളുത്ത് കണ്ടോ? ചെറിയ ഇപ്പോഴത്തെ ഒരു മെറ്റൽ കൊണ്ടുള്ളതല്ല, തടി കൊണ്ടുള്ള സ്ട്രോങ് സാധനമാണിത്. ഭയങ്കര ബന്ധവസ്ഥായിട്ട് വച്ചിരിക്കുന്ന കൊളുത്താണ്. വെളിയിലേക്കുള്ള ജനലുകൾ നോക്കിയാലോ, ജനലിൻ്റെ ഗ്രില്ലൊക്കെ എന്ത് സ്ട്രോങ് ആണ്. ആ തടിയുടെ ഫ്രെയിമൊക്കെ തന്നെ എത്രമാത്രം ഘനത്തിലാണ് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും.
പുറത്തേക്ക് ഇറങ്ങിയാൽ നടുമുറ്റം, മറ്റൊരു നടുമുറ്റം കാണാനുണ്ട്. ഷൂട്ടിങ്ങിൻ്റെ സാമഗ്രികൾ അടുക്കി പെറുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ വ്യക്തമല്ല. എങ്കിലും അവിടെ നിന്ന് വീണ്ടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പൂജാസ്ഥലം, വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനകത്തേക്ക് സ്വകാര്യമായ ചില ദൈവിക സ്ഥാനങ്ങളാണ്. അത് തുറന്നു നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അടച്ചു. മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ കാണുന്നത് ആവണിപ്പലക. സാധാരണ വീടുകളിൽ കൊരണ്ടിപ്പലക ഉണ്ടാകാറുണ്ട്, ആവണിപ്പലക ഉണ്ടാകാറുണ്ട്. ഇത് ആവണിപ്പലക എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇത് തടിയിൽ തന്നെ കൊത്തി വയ്ക്കുന്നതാണ്, അല്ലാതെ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആണി ഇടിച്ചോ മറ്റോ യോജിപ്പിക്കുന്നതല്ല. തടിയിൽ തന്നെയാണ് ഉള്ളത്. ആവണിപ്പലക ദ്രവിച്ചൊക്കെ പോയി. കാരണം വീട്ടിൻ്റെ മുറ്റത്തിരിക്കും പത്രം വായിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ അതിലൊരു കൗതുകം എനിക്ക് തോന്നി. അദ്ദേഹം ദാമോദരൻ നമ്പൂതിരിപ്പാട് ഈ ഇല്ലത്തിലെ ഇപ്പോഴത്തെ കാരണവരാണ്. ഇനി മുകളിലേക്ക് മാളികപ്പുരയിലേക്കുള്ള ഒരു കോണിയാണ്. ഇത്തരം വീടുകളിലെ കോണികളെല്ലാം വളരെ ചെറുതും കുത്തനെയുള്ളതായിരിക്കും. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കയറിപ്പോകാനായിട്ട്. എങ്കിലും ഒന്ന് കയറിക്കളയാം. പതുക്കെ തടി കൊണ്ടുള്ള കോണിയാണ്, സൂക്ഷിച്ച് കയറാം. അമ്മേ, അയ്യോ അമ്മ. അങ്ങനെ മുകളിലെത്തി. മുകളിൽ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് അവിടെ ഒരു ഇടനാഴി. ഇതൊരു ബെഡ്റൂമാണ്. അവിടെ ഒരു കട്ടിലുണ്ട്. അത് അധികം പഴക്കമുള്ള കട്ടിലല്ല, പ്ലാസ്റ്റിക് വരിഞ്ഞ ഒരു കട്ടിലാണ്. തടി കൊണ്ടുള്ള ഭിത്തിയാണ്. വെളിയിലേക്ക് ഒരു ജനൽ കാണാനുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത മുറിയിലേക്ക് കയറുമ്പോഴാണ് സപ്രമഞ്ച കട്ടിൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന നിറയെ കൊത്തുപണികളുള്ള ഒരു കട്ടിൽ നമ്മൾ കണ്ടത്. ആ ബെഡ്റൂമിൽ കിടക്കുന്ന ഈ കട്ടിലിൻ്റെ കാലിൻ്റെയൊക്കെ ഒരു കനം തന്നെ കണ്ടോ. തടിയിൽ, നല്ല മനോഹരമായ തടിയിൽ പൂർണ്ണമായും കൊത്തിയെടുത്ത ഒരു കട്ടിൽ. വന്ന് കിടക്കണമെന്ന് തോന്നും, പക്ഷേ ഉപയോഗിക്കാതെ കിടക്കുന്ന കട്ടിലായതുകൊണ്ട് അതിനെ മുതിർന്നില്ല. അതിൻ്റെ ചന്തം ആസ്വദിച്ചു വന്നു. പതുക്കെ മുകളിലേക്കൊക്കെ നോക്കിയപ്പോൾ തടി കൊണ്ടുള്ള തട്ടാണ്. ഒരുപാട് തടികൾ കൊണ്ടാണ് പഴയ ഇല്ലങ്ങളൊക്കെ പണിഞ്ഞിട്ടുള്ളത്. മനകളും ഇല്ലങ്ങളും കൊട്ടാരങ്ങളും. ഈ ഇടനാഴിയിൽ നിന്നുള്ള ഈ കാഴ്ച മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മൾ കണ്ടതാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പച്ചപ്പും ഒക്കെ കലർന്നൊരു കാഴ്ച. വീടിൻ്റെ മുഖഭാഗം നമുക്ക് കാണാം. നടുമുറ്റം നമുക്ക് കാണാൻ കഴിയും. ഒരു നടുമുറ്റമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നടുമുറ്റം അപ്പുറത്തും കാണാം. ഇവിടെ ഈ നടുമുറ്റത്തിലൂടെ മഴ പെയ്ത് താഴേക്ക് വെള്ളം വീഴുമ്പോൾ ഉള്ള ഒരു ശബ്ദവും ഒരു കാഴ്ചയുമാണ് ഈ വീട്ടിലെ ഒരു കുളിർമ നൽകുന്ന കാഴ്ച. വേണ്ട വേണ്ട പപ്പടം വേണ്ട. നല്ല പൊടിയിരിക്കഞ്ഞി അമ്മയുടെ കൈ കൊണ്ട് വെച്ചത്. നല്ല ആവി പറക്കുന്ന പൊടിയിരിക്കഞ്ഞി. എല്ലാ ദിവസവും രാവിലെ പൊടിയിരിക്കഞ്ഞാണ് അമ്മ. പിന്നെ പലഹാരം ഒന്നും ഉണ്ടാക്കത്തില്ല? ഇല്ല. അതെന്തുവാ? അച്ചാറ്. വളരെ കുറച്ച് ഒരു അല്പം എടുത്തതിൻ്റെ ഒരു 3-1 4 ശകലം. മുൻഷി അതെല്ലാം ഭയങ്കര സിനിമ സീരിയൽ ഇപ്പൊ ഏതായിരുന്നു? ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞിട്ട് സീരിയലാണ്. വാത്സല്യം. ഈ കേരളത്തിൽ വാത്സല്യം എന്ന് പറഞ്ഞ സീരിയലാണ്. ചൂടുള്ളതുകൊണ്ട് അങ്ങനെ കുടിക്കാനേ പറ്റും. സൗണ്ട് കേൾക്കും. ചൂടില്ലെങ്കിൽ ചൂടുണ്ടോ? നല്ല ചൂടാണ്. പിന്നെ ആൾ കുറക്കുന്നില്ല. നമ്മൾ വാങ്ങിട്ടതുമില്ല. അപ്പം നല്ല അസൽ പൊടിയിരിക്കാൻ ഇത് ഇതൊക്കെ ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ അൽഫാം കഴിക്കുന്നതിനേക്കാളൊക്കെ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നു, രുചിയായിട്ട് തോന്നുന്ന ഇത്തരം കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു തനി കേരളീയ ഗ്രാമത്തിൽ, കേരളീയ ഭവനത്തിൽ, കേരളീയ അമ്മയുടെ കഞ്ഞി കുടിച്ചു. സന്തോഷം.